ദുബായിൽ നടന്നു വന്ന എയർ ഷോയിൽ ഇന്ത്യയുടെ തേജസ് പോർ വിമാനം തകർന്നു വീണിരിക്കുന്നു. എയർ ഷോയുടെ അവസാന ദിനമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ മികച്ച രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ട വിമാനമായിരുന്നു തേജസ്. പക്ഷേ അവസാന ദിവസം വളരെ നിർഭാഗ്യകരമായി അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയാണ്. പൈലറ്റ് ഈ അപകടത്തിൽ മരിച്ചു എന്നതാണ് വിവരം. പൈലറ്റിൻ്റെ മറ്റ് വിവരങ്ങൾ പേരുവിവരങ്ങൾ വ്യോമസേന ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വളരെ അഭ്യാസ പ്രകടനങ്ങൾ, അതായത് പെട്ടെന്ന് മുകളിലേക്ക് കുതിക്കുകയും വെട്ടിത്തിരിയുകയും അങ്ങനെ ആ രീതിയിൽ വിമാനവുമായി ബന്ധപ്പെട്ട അത്തരം സ്കില്ലുകൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു അത്യാഹിതം സംഭവിച്ചത്. മറ്റ് അപകടങ്ങളോ മറ്റാളുകൾക്ക് അപകടങ്ങളോ സംഭവിച്ചിട്ടില്ല. ആളൊഴിഞ്ഞ ഇടത്താണ് വിമാനം തകർന്നു വീണത്. പൈലറ്റിനെ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായി പോയി. വളരെ കുറഞ്ഞ ഉയരത്തിൽ നിന്നാണ് വിമാനം താഴേക്ക് പതിച്ചത്. എന്തുകൊണ്ടാണ് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായതോ മറ്റെന്താണ് വിവരം എന്നതറിയില്ല. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം തന്നെ ഇതിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കും എന്നതാണ് വ്യോമസേന അറിയിക്കുന്നത്. വ്യോമസേനയുടെ പ്രതിനിധികളും ഒപ്പം തന്നെ UAE സേന പ്രതിനിധികളുമൊക്കെ ചേർന്ന് ഈ അപകട സ്ഥലത്ത് കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചതെന്നത് പി ബസന്ത് വിവരങ്ങളായിട്ടാണ്. ബസന്ത്, പൈലറ്റിന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരുവിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഔദ്യോഗികമായി പുറത്തുവിടുന്നുണ്ടോ? ഈ അപകടത്തിൻ്റെ എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ സൂചനകൾ ലഭ്യമാണോ? ദ്വേഷ ഇതിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുബായിലെ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന പ്രാഥമിക വിവരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് രണ്ട് മൂന്ന് കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ജി സ്പ്ലിറ്റ് ഒരു മെനുവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് എസ് സ്പ്ലിറ്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ കുത്തനെ താഴോട്ട് വന്ന് തിരിഞ്ഞു പോകുന്ന ഒരു എയർ ഡിസ്പ്ലേ ആണ്. ആ ഒരു അഭ്യാസം നടത്തുന്ന സമയത്ത് വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അത് കുത്തനെ വിമാനം താഴേക്ക് വരുന്നതിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. അതായത് വളരെ താഴ്ന്ന് പോയ ഒരു സാഹചര്യത്തിൽ പൈലറ്റിന് ഇജക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ. അത് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നു. ഒന്നത്. രണ്ട്, ഈ തേജസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഈ ഒരു എജക്ഷൻ സീറ്റുമായി ബന്ധപ്പെട്ടത് വളരെ ആധുനികമായ മാർട്ടിൻ ബേക്കർ 00 എജക്ഷൻ സീറ്റാണ് ഇതിന് ഉള്ളത്. അത് എത്ര താഴ്ന്ന ഒരു 0 ഓൾട്ടിറ്റ്യൂഡ് ആയിരുന്നാൽ പോലും അത് എജക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളതാണ്. അല്ലെങ്കിൽ പൈലറ്റ്മാരെ സുരക്ഷിതമായി തന്നെ എജക്ട് ചെയ്ത ശേഷം പാരഷൂട്ട് ഉപയോഗിച്ച് താഴേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് അത്. പക്ഷെ അതിൽ ഈ കാനോപ്പി പൊട്ടിത്തെറിക്കുന്ന ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമസേന അന്വേഷണം നടത്താൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ മറ്റൊന്ന് വരുന്നത്, ഈ എന്തുകൊണ്ട് ഈ വിമാനത്തിന്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം, അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ PIB ഔദ്യോഗികമായി തന്നെ അത് നിഷേധിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ വിമാനം ഈ എഞ്ചിൻ ഉള്ള വിമാനം തന്നെയാണോ ഇതിൽ പറന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് കോർട്ട് ഓഫ് എൻക്വയറിയിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. തമിഴ്നാട്ടിലെ സൂളൂരിലുള്ള തേജസിന്റെ സ്ക്വാഡ്രണിലുള്ള വിമാനമാണ് ഈ ദുബായ് എയർ ഷോയ്ക്ക് പോയിട്ടുള്ളത്. വിംഗ് കമാൻഡറാണ് വിമാനം പറത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. ആ ഒരു കാര്യം, അതായത് പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളത് ഔദ്യോഗികമായി ദുബായ് സർക്കാരും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദുബായ് സർക്കാർ അല്പസമയം മുമ്പ് അവരുടെ ഔദ്യോഗികമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ച ഒരു ചിത്രം, അത് ഈ സംഭവ സ്ഥലത്തിന്റെ ചിത്രമാണ്. അതിൽ നിന്നും ഇത് ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിക്കുന്നു. ഈ വിഷയം, ഈ പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ദുബായ് സർക്കാർ. ഇനി ഈ വിഷയത്തിൽ വ്യോമസേനയുടെ അന്വേഷണമാണുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുബായ് സർക്കാർ അല്ലെങ്കിൽ വ്യോമസേന ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു അട്ടിമറി എന്തെങ്കിലും ഈ